കെ.പി.സി.സി അധ്യക്ഷനായി സണ്ണി ജോസഫ് എം.എൽ.എയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് പ്രഖ്യാപനം നടത്തിയത്. പേരാവൂർ എം.എൽ.എ കൂടിയാണ് സണ്ണി ജോസഫ്. അടൂർ പ്രകാശാണ് യു.ഡി.എഫ് കൺവീനർ. കെ. സുധാകരന്റെ താൽപര്യം കൂടി പരിഗണിച്ചാണ് സണ്ണി ജോസഫിനെ തീരുമാനിച്ചത്. കെ. സുധാകരന് പകരമായാണ് സണ്ണി ജോസഫിനെ നിയമിച്ചത്. പി.സി. വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, എ.പി. അനിൽകുമാർ എന്നിവരാണ് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാർ. കെ. സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവാണ്. ഇക്കുറി യുവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയാണ് കെ.പി.സി.സി പുനഃസംഘടന. ആന്റോ ആന്റണി എം.പി, സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരുകളാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചിരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം എന്ന നിലയിലാണ് സണ്ണി ജോസഫിനെയും ആന്റോ ആന്റണിയെയും പേരുകൾ ഹൈക്കമാൻഡ് പരിഗണിച്ചിരുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെയും ഭർത്താവ് റോബർട്ട് വദ്രയുടെയും പിന്തുണ ആന്റോ ആന്റണിക്കുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ പേരാവൂർ എം.എൽ.എ ആയ സണ്ണി ജോസഫിനെ കെ.പി.സി.സി പ്രസിഡന്റായി നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. കെ. സുധാകരന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയാണ് സണ്ണി ജോസഫ്. പുതിയ നിയമനത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസ് തലപ്പത്ത് സാമുദായിക സമവാക്യം തുല്യമാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. 21 വർഷത്തിന് ശേഷമാണ് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉണ്ടാകുന്നത്. സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്തതിലൂടെ സാമുദായിക പരിഗണനയിൽ തുല്യത ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ് ഈഴവ സമുദായാംഗമാണ്. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചതിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ചില കണക്കുകൂട്ടലുകളുണ്ട്. പി.സി. വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, എ.പി. അനിൽകുമാർ എന്നിവരെ നിശ്ചയിച്ചതിലൂടെ യുവ നേതൃത്വത്തിന് സംഘടനയെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ചലിപ്പിക്കാനാവും എന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. മാത്രവുമല്ല, കോൺഗ്രസ് നേതൃത്വത്തെ അഴിച്ചുപണിതപ്പോൾ പി.സി. വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരെ പോലുള്ള യുവരത്നങ്ങളെ സുപ്രധാന പദവിയിൽ പരിഗണന നൽകിയെന്നും പാർട്ടി പ്രവർത്തകർക്ക് മുൻപിൽ പറഞ്ഞു നിൽക്കാനാകും. എന്നാൽ നിലവിലെ കെ.പി.സി.സി അധ്യക്ഷൻ ഇടഞ്ഞു നിൽക്കുന്ന കെ. സുധാകരന്റെ തുടർ നീക്കങ്ങളാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാർട്ടിയിൽ തന്നെ ഒതുക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനും ഒരു വിഭാഗം ശ്രമിക്കുന്നതായി സുധാകരൻ ആരോപിച്ചിരുന്നു. അതുകൊണ്ട് ഹൈക്കമാൻഡ് സുധാകരനെ എങ്ങനെ അനുനയിപ്പിക്കും എന്നും കണ്ടറിയേണ്ടതാണ്. കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുകയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കുടിയേറ്റ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാണ് സണ്ണി ജോസഫ് വരുന്നത്. കെ.എസ്.യു പ്രവർത്തകനായാണ് സണ്ണി ജോസഫ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. 2011 ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം.എൽ.എ ആയിരുന്ന കെ. ശൈലജയെ തോൽപ്പിച്ചു. 2016 21 പേരാവൂരിൽ ജയം ആവർത്തിച്ചു. നിലവിൽ പേരാവൂർ എം.എൽ.എ ആണ്. നിയമത്തിൽ ബിരുദം നേടിയിട്ടുണ്ട്. സുധാകരന്റെ പിൻഗാമിയാകാൻ കഴിഞ്ഞത് അഭിമാനമെന്നും വാർത്ത അറിഞ്ഞയുടൻ സുധാകരൻ ഫോണിൽ വിളിച്ച പിന്തുണയും അനുഗ്രഹവും വാഗ്ദാനം ചെയ്തെന്നാണ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കുകയെന്നതാണ് ലക്ഷ്യമെന്നും പുതിയ ടീം പ്രതീക്ഷ നൽകുന്നതാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. അതേസമയം കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകളെ പരിഹസിച്ചുകൊണ്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം എത്തിയത്. എന്തിനാണ് കെ. സുധാകരനെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എന്നും രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് ഓപ്പറേഷൻ സുധാകർ ആണ് എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചിരുന്നു. സുധാകരനെ വെറും 6ാം കിട നേതാവാക്കരുത് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതൃത്വം പരിഗണിക്കുന്ന ആന്റോ ആന്റണി എം.പി സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ ഒരു കോൺഗ്രസുകാരനെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു.